യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി. ചർച്ചകൾ സജീവം. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി പദത്തിൽ താൽപര്യമുണ്ടെന്നുള്ള ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയെ വെറും വാക്കായി ആരും കാണേണ്ടതില്ല. ലീഗ് ഏറെക്കാലമായി വെച്ചു പുലർത്തുന്ന ഒരാഗ്രഹമാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ യു.പി.എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ കേന്ദ്രത്തിൽ യു.പി.എയുടെ ഘടകകക്ഷി എന്ന നിലയിൽ കേന്ദ്രമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് മലപ്പുറത്ത് നിന്ന് MP ആയി ഡൽഹിക്ക് പറന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാനത്തെ അനിഷേധ്യ നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടി വീണ്ടും കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ തവണ യു.ഡി.എഫ് അധികാരത്തിലെത്തുമെന്നും തനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതെ മുൻപ് ഉമ്മൻചാണ്ടി 72 MLA-മാരുമായി 5 വർഷം തികച്ചതുപോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വന്നാലും ചുരുങ്ങിയ കാലമെങ്കിലും ആരുടെയെങ്കിലും പിന്തുണയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനവും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാകാം. അപ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തിൽ LDF പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയത്. ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ CPM-മായി നിയമസഭയിൽ ഒരു ബാന്ധവത്തിന് പോലും ലീഗ് തയ്യാറാകുമായിരുന്നു. കേരള കോൺഗ്രസിനെ പോലെ തന്നെ വളരെ കാലം അധികാരത്തിൽ ഇല്ലാതിരിക്കാൻ കഴിയുന്ന പാർട്ടിയൊന്നുമല്ല മുസ്ലിം ലീഗ്. ഈ 10 വർഷത്തിനകത്ത് അധികാരമില്ലാതെ ലീഗ് യു.ഡി.എഫിനൊപ്പം നിന്നത് തന്നെ ഒരു മഹാ അത്ഭുതമാണ്. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി LDF-നൊപ്പം ചേരാൻ ശ്രമിച്ചതാണ്. അതും കോൺഗ്രസും മാണി ഗ്രൂപ്പും ലീഗുമെല്ലാം സഖ്യത്തിൽ മത്സരിച്ച ഉമ്മൻചാണ്ടി വെറും കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ സമയത്ത്. K.M. മാണി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശയം അഭിലാഷവുമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നത്. തന്നെക്കാൾ ജൂനിയർമാരായ A.K. ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയാകുമ്പോൾ അവരുടെ കീഴിൽ സീനിയറായ താൻ വെറും ഒരു മന്ത്രിയായി ഇരിക്കുക എന്നത് K.M. മാണിയെ സംബന്ധിച്ച് ഒരു കുറച്ചിൽ തന്നെയായിരുന്നു. ഒരു 6 മാസമെങ്കിലും LDF പിന്തുണയിൽ മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ LDF ശ്രമിച്ചതുമാണ്. ഇതിന്റെ പിന്നിൽ CPM-ന്റെ ലക്ഷ്യം ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം മനസ്സിലാക്കി അതിനെ തടുക്കാൻ കോൺഗ്രസിലെ തന്നെ ചിലർ K.M. മാണിക്കെതിരെ ഒരുക്കിയ കെണിയായിരുന്നു ബാർക്കോഴ. K.M. മാണി അതിൽ തട്ടി വീഴുകയും ചെയ്തു. അതോടെ മാണിയുടെ മുഖ്യമന്ത്രി മോഹവും പൊലിഞ്ഞു. ഇന്ന് K.M. മാണിയുടെ പാർട്ടി LDF സർക്കാരിന്റെ ഭാഗമാണ്. കേരള കോൺഗ്രസിന്റെ റോഷി അഗസ്റ്റിൻ തുടർഭരണ സർക്കാരിൽ മന്ത്രിയായി ഇരിക്കുകയും ചെയ്യുന്നു. ഇതേ മാനസികാവസ്ഥ തന്നെയാകും P.K. കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും ഭരിക്കുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ എത്തിയാൽ തന്റെ വളരെ ജൂനിയറായ VD സതീശന് കീഴിലോ KC വേണുഗോപാലിന് കീഴിലോ ഒക്കെ വെറും ഒരു മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അത് അപമാനകരമായിരിക്കും. ആ സാഹചര്യത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും കുഞ്ഞാലിക്കുട്ടി നടത്തുക. മുസ്ലിം ലീഗ് ഇപ്പോൾ 27 നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. 19 സീറ്റോളം അവർ വിജയിക്കുന്നുമുണ്ട്. വലിയ കഷ്ടപ്പാടില്ലാതെ UDF-ന് MLA-മാരെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതും ലീഗ് കോട്ടകളിൽ തന്നെ. അത് ലീഗ് LDF മുന്നണിയിൽ വന്നാലും, അത് ലീഗ് LDF മുന്നണിയിൽ നിന്നാലും, UDF മുന്നണിയിൽ നിന്നാലും ആരുടെയും പിന്തുണയില്ലാതെ തന്നെ ലീഗ് കോട്ടകൾ ലീഗുകാർക്ക് തന്നെയുള്ളതാണ്. ലീഗ് സീറ്റുകളിലെ വിജയം എന്നത് കോൺഗ്രസിന്റെ ഔദാര്യമൊന്നുമല്ല, അത് മുസ്ലിം ലീഗിന്റെ മിടുക്ക് തന്നെയാണ്. കേരളം മുഴുവൻ 90 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ലഭിക്കുന്നത് വെറും 23 സീറ്റുകൾ മാത്രമെന്നതും ഓർക്കണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ സംഭവിച്ചതുപോലെ കേവല ഭൂരിപക്ഷം മാത്രമുള്ള അവസ്ഥയുണ്ടായാൽ ലീഗ് UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കും. അത് നടന്നില്ലെങ്കിൽ പുറത്തുനിന്ന് LDF പിന്തുണ നേടി മുസ്ലിം ലീഗ് ഒരു 1.5 വർഷത്തേക്കെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശേഷം ലീഗ് CPM-നെ സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണയ്ക്കും. CPM-നെ സംബന്ധിച്ച് കേരള കോൺഗ്രസിനെ തങ്ങളോടൊപ്പം അടുപ്പിച്ചതുപോലെ ലീഗിനെ തങ്ങൾക്കൊപ്പം ചേർക്കുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ഇവിടെ ശാശ്വതമായ ഭരണം നിലനിർത്തേണ്ടത് CPM-ന്റെ ഇന്നത്തെ വലിയ ആവശ്യമാണ്. കേരള കോൺഗ്രസ് പോന്നപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ ചില സീറ്റുകൾ LDF-ന് നേടിയെടുക്കാൻ കഴിഞ്ഞതുപോലെ ലീഗ് എത്തിയാൽ മലബാർ പ്രദേശത്ത് കോൺഗ്രസിനെ അപ്രസക്തമാക്കി തങ്ങൾക്ക് വരും കാലഘട്ടങ്ങളിൽ മുന്നേറാൻ കഴിയുമെന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. അതിനായി എന്ത് വില കൊടുത്തും ലീഗിനെ LDF-നൊപ്പം ചേർക്കാനാകും CPM നേതാക്കൾ പരിശ്രമിക്കുക. ഇത് ലീഗിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, മറിച്ച് അത് അവരുടെ നിലനിൽപ്പിന്റെ ഇന്നത്തെ പ്രശ്നമായതുകൊണ്ട് മാത്രം.
CPM-നെ സംബന്ധിച്ചിടത്തോളം ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടു. ഇനി കേരളം മാത്രമാണ്. അതും നഷ്ടമായാൽ ദേശീയ പാർട്ടി എന്ന ലേബൽ പോലും CPM-ന് നഷ്ടമായി വരിക്കും. അതൊഴിവാക്കാൻ ആരെയും കൂടെ ചേർക്കാൻ CPM മടിച്ചേക്കില്ല. പഴയ CPM അല്ല ഇന്നത്തെ CPM. ആ പാർട്ടി ഒരുപാട് മാറിയിരിക്കുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായാൽ മുസ്ലിം ലീഗിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വിദൂരത്താവില്ല. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാകും PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയത്തിൽ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാകുന്ന ഒരു കലയാണ് രാഷ്ട്രീയം.